പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവ് ഇന്ന് പ്രാർത്ഥിക്കുന്നത് വൈവാഹിക ജീവിതത്തിൽ ചെതറി നിൽക്കുന്നവരുണ്ട്, മനസ്സ് പതറി നിൽക്കുന്നവരുണ്ട്, മക്കളെക്കുറിച്ച് വേവലാതി കൊള്ളുന്നവരുണ്ട്, മക്കളുടെ രോഗങ്ങളെക്കുറിച്ച് ആദി കൊള്ളുന്നവരുണ്ട്, പേക്കിടാങ്ങളുടെ രോഗങ്ങളെക്കുറിച്ച് ആദി കൊള്ളുന്നവരുണ്ട്. കർത്താവ് അങ്ങനെ എല്ലാ ആദികൾക്ക് അറുതി വരുത്താൻ അങ്ങയോട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോയെ, ഓരോരോ മനുഷ്യരെ അവരുടെ പിടിച്ചു നിൽപ്പിന് വേണ്ടിയും ചെറുത്തു നിൽപ്പിന് വേണ്ടിയും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയും അവരുടെ എല്ലാ പോരാട്ടങ്ങളിലും കർത്താവ് ന്യായമായ എല്ലാ പോരാട്ടങ്ങളിലും കർത്താവിൻ്റെ ശക്തി നിന്നെ ആവശ്യിക്കുകയും നീ ചെയ്തു തീർക്കേണ്ട ജോലി കർത്താവ് നിന്നെ സഹായിക്കുകയും ചെയ്യാൻ വേണ്ടിയും എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയും അത് പൂർത്തിയാക്കാൻ വേണ്ടിയും പ്രത്യേകിച്ച് കർത്താവിൻ്റെ വചനത്തിരിക്കുന്ന പോലെ അവൻ ചെയ്തതെല്ലാം കർത്താവ് ശുഭമാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞതുപോലെ കർത്താവ് നിൻ്റെ ജോലികളെല്ലാം
നിൻ്റെ ഉത്തരവാദിത്തങ്ങളെയെല്ലാം, നീ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെയെല്ലാം, ഇന്നത്തെ മുഴുവൻ യാത്രകൾ, ഇന്നത്തെ മുഴുവൻ സംസാരങ്ങൾ, ഇന്നത്തെ മുഴുവൻ എഴുത്തുകുത്തുകൾ, ഇന്നത്തെ മുഴുവൻ ഫോൺ വിളികൾ, ഇന്നത്തെ മുഴുവൻ സംഭാഷണങ്ങൾ കർത്താവ് ആശീർവദിക്കുകയും കർത്താവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുകയും കർത്താവിൻ്റെ ആത്മാവിനാൽ അമ്മയുടെ മധ്യസ്ഥം ലഭിക്കുകയും നീ വിജയശ്രീലാളിതനായി തിരികെ വരാൻ, ഇന്ന് രാത്രി കിടക്കയിലേക്ക് വരാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഞാനൊരിക്കലേ ഒരു ചേട്ടായി, ഒരു സഹോദരൻ ഒരു ഭയങ്കരമായ ഒരു സംഘടനത്തിൽ ശത്രുക്കൾ അദ്ദേഹത്തെ വെടിവെച്ചു. അദ്ദേഹം മരിച്ചുപോയി. അപ്പോഴേ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനും മരിച്ച ആളും ജ്യേഷ്ഠനും തമ്മിൽ ഭയങ്കര ജീവനായിരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ പെണമെടുക്കാൻ പോയി. എന്നാൽ പള്ളിയിലൊക്കെ കൊണ്ട് ഭയങ്കരമായ സങ്കടകരമായ ഒരു വലിയൊരു അവസ്ഥയാണത്. ആ അവസ്ഥയിൽ ആർക്കും സഹിക്കത്തില്ല. അന്ന് രാത്രി എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇങ്ങയുടെ കയ്യിലുമൊക്കെ തോക്കുണ്ട്. ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ആരെങ്കിലും വിട്ടെങ്കിലും ശത്രുക്കളെ നിഹരിക്കാൻ പറ്റും. അതുമൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് ചെയ്യാൻ കാരണം ഞാൻ അദ്ദേഹത്തെ വിട്ടുപോയില്ല. അന്ന് വിട്ടുപോകാതെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ആ മരിപ്പ് ദിവസം, അടക്കത്തെ ദിവസം രാത്രി ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നു. അപ്പം എൻ്റെ ഇരിപ്പ് അദ്ദേഹത്തെ സാന്ത്വനപ്പെടുത്തുന്നുണ്ട്. വെളുപ്പിന് 3 മണിയായി. ബന്ധപ്പെട്ടവരും അടുത്തൊക്കെ അവിടെ ആ പ്രദേശത്തും പറമ്പിലൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ ചോദിച്ചു. ആ സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ അല്ല പുള്ളി. അപ്പം ഞാൻ കർത്താവിനെ പറഞ്ഞ കർത്താവ് ഇയാൾക്ക് അഭിഷേകം കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കത്തില്ല. അപ്പം ഇങ്ങനെ അഭിഷേകം കൊടുക്കണം. എന്നാൽ ഞാൻ അദ്ദേഹത്തോട് ഈ വിഷയം പ്രാർത്ഥിക്കാൻ. ഞാൻ പറഞ്ഞു നമുക്ക് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ച്. ഭയങ്കര സങ്കടവും ദേഷ്യവും എല്ലാം ഇങ്ങനെ പതറി നിൽക്കുകയാണ്. പിന്നെ അദ്ദേഹം ഞാൻ എന്നിട്ട് പറഞ്ഞു ബൈബിളെ കൈവെക്കാൻ പറഞ്ഞു. ബൈബിളെ കൈവച്ചപ്പോൾ ഞാൻ പറഞ്ഞു കർത്താവേ, നിൻ്റെ കയ്യിലാണ് ഈ മനുഷ്യൻ്റെ ജീവൻ. ഞാൻ നിൻ്റെ ഒരു കപ്പേറിനെ പോലെ ജോലി ചെയ്യുന്ന ആളാണ്. എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല. നിൻ്റെ പേരിൽ എനിക്ക് ഈ വിഷയമൊന്നും മോണിറ്റർ ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പോൾ നീ എന്നെ സഹായിക്കണം, ഈ മകനെ ധൈര്യപ്പെടുത്തി കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനിത് വിശ്വാസപ്രമാണം ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ഒരു നമ്പർ പറയാൻ പറഞ്ഞു. ഇങ്ങനെ നമ്പർ പറയാൻ പറഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞു 11 എന്ന് പറഞ്ഞു. പിന്നെ വേറെ ഒരു നമ്പർ കൂടി പറഞ്ഞു. പിന്നെ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ സുവിശേഷം ചോദിച്ചപ്പോൾ അദ്ദേഹം യോഹന്നാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ കിടക്കുന്നത് യോഹന്നാൻ 11 ലാസറിൻ്റെ മരണത്തെക്കുറിച്ചാണ് കിടക്കുന്നത്. നിൻ്റെ സഹോദരൻ ഉയർത്തി നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പോഴീ മനുഷ്യൻ കണ്ണു നിറഞ്ഞു. കർത്താവ് അറിഞ്ഞല്ല, അത് മതിയെന്ന് പറഞ്ഞു. കർത്താവ് അറിഞ്ഞല്ല എൻ്റെ വിഷമവും എൻ്റെ കുടുംബത്തിൻ്റെ, അത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവചനത്തിന് ആൾക്കാരെ ശക്തിപ്പെടുത്താൻ കഴിയും. അതുപോലൊരു സംഭവമാണ് ഒരു ടീച്ചർ ദിവസം എൻ്റെ മുറിയിൽ വന്ന്, അത് ഇവരും കടൂരമായൊരു വേദനയപ്പെട്ട് പോവുകയെന്ന്. ചെറുപ്പക്കാരൻ അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്, സ്നേഹിച്ചതിനെ ജീവിച്ചു. പക്ഷേ ഭർത്താവ് ഒരു ദിവസം പെട്ടെന്ന് മരിച്ചു. ഞാനാണ് ഉപചാരങ്ങൾ ചെയ്തത്. പിന്നെ ആശുപത്രിയിൽ പോയി ലാസാക്കാൻ ഞാനാണ് കൊടുത്തത്. എനിക്ക് അവരുടെ ഞാനന്ന് കൊച്ചച്ഛനായിരുന്നു. എനിക്ക് ആ ഭർത്താവ് മരിച്ച ശശിയെ കാണാൻ എങ്ങനെ അവരോട് എങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എനിക്ക് അന്ന് പരിചയമില്ലായിരുന്നു. ഇന്ന് ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടാൽ എനിക്ക് പെട്ടെന്ന് കർത്താവ് ത്രോട്ട് ഓപ്പൺ ചെയ്ത് തരും. അപ്പോൾ ഞാൻ അവർ പറയണ എല്ലാം അവർക്ക് ഇഷ്ടപ്പെടുകയും അവരതിനെ അതിജീവിക്കുകയും ചെയ്യും. പണ്ട് എനിക്ക് ആ ഒരു വരപ്രസാദം ഇല്ലായിരുന്നു. എന്നുവെച്ചാൽ 93-92 കാലങ്ങളിൽ. അപ്പോൾ ഞാനൊരു ദിവസം ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞാനിവരെ കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഇവരെ ഫേസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ എൻ്റെ മേടയിൽ അവർ വന്നപ്പോൾ ഞാൻ അവർക്ക് ഊണ് കൊടുത്തു. എന്നിട്ട് അവർ പോകാൻ നേരത്ത് അവരോട് പറഞ്ഞു,
അപ്പോൾ ഞാൻ സ്ഥലം മാറി പോയായിരുന്നു അവിടെ പള്ളിയിൽ നിന്ന് അവിടെ സ്ഥലത്ത് നിന്ന് അവരുടെ പള്ളിയിൽ നിന്നപ്പോൾ അവരെന്നെ കാണാൻ വന്നതാണ്. ഉച്ചക്ക് വന്ന് കണ്ട് ഊണ് കൊടുത്തു. പിന്നെ അവർ പോകാൻ നേരത്ത് ഞാൻ പറഞ്ഞു, ചേച്ചി കല്യാണം കഴിക്കണില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴവരെന്നോട് പറഞ്ഞു, അച്ഛാ 54:5 എന്ന് പറഞ്ഞു. എനിക്ക് അന്നത്തെ ഒരു കാലം നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങനെ ധരിക്കുന്ന രീതിയിൽ അന്നത്തെ കാലത്തേക്ക് അതൊന്നും അത്രയും ഈ ജനമിങ്ങനെ വചനം കൊണ്ട് ജീവിക്കുന്നതിനെക്കുറിച്ച് ഞാനിങ്ങനെ മനസ്സിലാക്കി വരുന്നൊരു കാലമാണ്. 54:5 നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്, നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. സൈന്യങ്ങളുടെ കർത്താവ് എന്നുവെച്ചാൽ സർവശക്തനാ എന്നാണ് അവിടുത്തെ നാമം. അപ്പം ഞാനോർത്ത് ദൈവമേ ഇത്രയും വലിയ ഒരു ഉരുൾപൊട്ടലാണ് ദുഃഖത്തിൻ്റെ. അതിൻ്റെ മുഖത്ത് നിന്നുകൊണ്ട് ഇവർ ക്രിസ്തുവിനെ കർത്താവ് എന്ന് പറയണില്ലേ. അപ്പം ഇവിടെ ഭർത്താവിനേക്കാളും അതിൻ്റെ വിയോഗത്തെക്കാളും ഇതിനെല്ലാം അവർ അതിജീവിച്ചിരിക്കുകയാണ്. ആരെക്കൊണ്ട്? ക്രിസ്തുവിനെ കൊണ്ട്. അതായത് ക്രിസ്തുവിനെ അത് ആ ഒരു തകർച്ച ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാൻ അവർക്ക് കൊടുത്ത ഒരു അവസരമാണത്. അവരത് ഫലപ്രദമായിട്ട് വിനിയോഗിച്ചു. നമുക്കറിയാം, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? അതായത് ഏറ്റവും ക്രിസ്തുവിനെ അനുഭവിക്കാൻ ഏറ്റവും നല്ല സമയം ഇപ്പം നമുക്ക് പല കാലങ്ങളില്ലേ അല്ലേ. കുരുമുളക്, പണ്ട് ചേരമാൻ പെരുമാളിൻ്റെ ഒരു കഥ ഉണ്ട്. കോഴിക്കോട് സാമൂതിരിയുടെ കാലത്ത് ഈ പോർട്ടുഗീസുകാരും ഡച്ചുകാരും ഒക്കെ ഇവിടെ വന്ന് അവർ നമ്മുടെ കുരുമുളകൊക്കെ വാങ്ങിക്കൊണ്ട് പോവുകയും അവരുടെ കൂണോപ്പുള്ള കമ്പനിയൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ പല ആൾക്കാരും കുരുമുളക് തൈ കൊണ്ടുപോയി വിടുന്നു. അപ്പോൾ ഇവിടുത്തെ രാജാവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞു, തിരുമേനി നമ്മളെ കുരുമുളക് തൈയും കൊണ്ട് അവർ പോയി, ഇനിയിപ്പോൾ അവർക്ക് തന്നെ കുരുമുളക് പിടിപ്പിച്ചാൽ പിന്നെ അവരിങ്ങോട്ട് വരത്തില്ല, നമ്മൾ പട്ടിണിയായി പോകുമെന്ന് പറയും. ഉടനെ സാമൂതിരി പറയവേ, കുരുമുളക് തൈ കൊണ്ടുപോകാം അവർക്ക്, പക്ഷെ തിരുവാതിര കൊണ്ടുപോകാൻ പറ്റത്തില്ല. അയ്യോ, എന്തൊരു ജ്ഞാനമാണ്! തിരുവാതിര എന്ന് പറഞ്ഞ് നമുക്കറിയാമില്ലേ, നമുക്ക് ഈ വർഷകാലത്തെ തിരുവാതിരയ്ക്ക് പെയ്യുന്ന 140 മഴയിലാണ് കുരുമുളകിൻ്റെ ബീജഭാവങ്ങളും എല്ലാം നടക്കുന്നത്. അത് നമുക്ക് ദൈവം ദാനമായി നൽകിയതാണ് കാലാവസ്ഥയൊക്കെ ചേഞ്ച് ചെയ്യണതൊക്കെ എനിക്ക് പേടിയാണ്. കാര്യം നമ്മളാകപ്പാടെ ഇവിടെ അവശേഷിക്കണം നമ്മുടെ പഴയ കാലാവസ്ഥയിൽ. അതും കൂടി പോയാൽ പിന്നെ ഒന്നുമില്ല ഇവിടെ. അപ്പം അതുകൊണ്ട് അതുപോലെ തന്നെയാണ് ഒരു വിഷയമാണിത്. എന്താണിത്? ക്രിസ്തുവിനെ, അതായത് ഒരു മനുഷ്യനെ ഇന്ന് എടുത്തു മാറ്റാൻ കഴിയുന്ന എന്താണ്? ക്രിസ്തുവിനെ എടുത്തു മാറ്റിയാൽ മാത്രമേ ഒരു മനുഷ്യനെ തറ പറ്റിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ആ ടീച്ചറിൽ നിന്ന് അതാ പഠിച്ചത്. കൊടിയ ദുഃഖത്തിൻ്റെ ഭർത്തൃവിയോഗത്തിൻ്റെ കൊടിയ ദുഃഖങ്ങളെ അതിജീവിപ്പിച്ചത് ആരാണ്? കർത്താവാണ്. കാര്യം എന്താണ്? ഈ പൗലോസ് അപ്പോസ്തലൻ്റെ അനുഭവങ്ങൾ ഭയങ്കര ക്രിസ്തു അനുഭവങ്ങളുണ്ടല്ലോ, മറ്റപ്പോസ്തലന്മാരിൽ നിന്ന് ഭയങ്കര വ്യത്യാസമാണ്. ഈ മനുഷ്യൻ ക്രിസ്തുവിനെ കണ്ടിട്ടില്ല നേരിട്ട്, പക്ഷേ കാണാതെ കണ്ട ഒരനുഭവമാണ്. എന്താണ്? ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. 1 Corinthians 15:26 മരണമെന്ന അവസാന ശത്രുവും ക്രിസ്തുവിന്റെ പുറത്തുള്ള മരണമാണ്. മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഓ, അടിപൊളി! ആര്? ക്രിസ്തുവിന്റെ മരണത്താലാണേ അവൻ ജീവനെ പുനരുദ്ധരിച്ചില്ലേ, മരണം നശിപ്പിക്കപ്പെട്ടില്ലേ. ദൈവം സമസ്തവും അധീനമാക്കി അവൻ്റെ പാദത്തിന് അധീനമാക്കി. അതാണ് സംഭവം. അതുകൊണ്ടാണ് അവൻ കർത്താവായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആൾക്കാരൊക്കെ പറയത്തില്ലേ, നിങ്ങളിനി അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കുക കേട്ടോ എന്ന് പറയുമ്പോഴും, അപ്പോൾ ഭർത്താവിൻ്റെ അസുഖമായിരിക്കും, അല്ലെങ്കിൽ മക്കളുടെ അസുഖമായിരിക്കും. അമ്മ പറയും, എനിക്ക് അറിയിക്കേണ്ട ഒരാളെ ഞാൻ അറിയിച്ചു, ഒരു ഡോക്ടറെ എന്ന് പറയും. നാട്ടുവർത്തമാനത്തിൽ എത്ര സാക്ഷിയാണെന്ന് അങ്ങനെ വേണ്ടത്? ആരാണ്?
അവർക്കറിയാം ഡോക്ടറല്ല കർത്താവെന്ന്, യേശുവാണ് കർത്താവ്. എത്ര ഹാർട്ട് അറ്റാക്ക് വന്ന് കോമായി പോയ ആൾക്കാരാണെന്നറിയാമോ ഈ ചേടത്തിമാർ ICU വിളിച്ചുകൊണ്ട് പോരണത്? എന്താ കാര്യം? കർത്താവിൻ്റെ നാമം, ദൈവം സമസ്തവും. നിൻ്റെ മരണം സംഭവിച്ചു എന്ന് പറയുന്ന അതിനെ പോലും ക്രിസ്തുവിൻ്റെ താഴെയാണ്. എൻ്റെ ദൈവത്തിലെ എനിക്ക് പലപ്പോഴും നിങ്ങളോട് യാചിച്ച് പറയാനുള്ളൊരു കാര്യം, നിങ്ങളുടെ നല്ലൊരു സമയം ക്രിസ്തുവിനെ അറിയാൻ വേണ്ടി നിങ്ങൾ ചിലവഴിക്കണം. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ വേണ്ടി ഒത്തിരി സമയം വേസ്റ്റ് ആക്കുന്നുണ്ട്. ഒരാവശ്യമില്ല. ഒരു മനുഷ്യനെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഈ വെറുക്കപ്പെട്ട മനുഷ്യരില്ലേ, അതുപോലെ തള്ളപ്പെട്ട മനുഷ്യർ, അങ്ങനെയുള്ളൊരു മനുഷ്യർ ഒരിക്കലും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാനോ ആലോചിക്കാനോ അതിനേക്കാൾ വലുതായിട്ട് അവർക്ക്, കാര്യം ഈ ലോകത്ത് ഏറ്റവും വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തിൽ ദൈവികമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പാലും പഞ്ചാരവും പോരാ, ഭയങ്കര കോമ്പിനേഷൻസാണ് നമ്മുടെ മനസ്സിൽ, സന്തോഷവും രുചി നമുക്ക് തോന്നും. അപ്പോൾ അഭിരുചി ഉണ്ടാകും. ആധ്യാത്മികത എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള രുചിയും അഭിരുചിയുമാണ് ശരിക്കും. വെച്ചാൽ നമുക്കത് ഫീൽ ചെയ്യും, ഇത്തിരി കിട്ടിയിരുന്നേ കൊള്ളാമെന്ന് തോന്നുകയല്ലേ, അതിനാണ് അഭിരുചി എന്ന് പറയണത്. ഇത്തിരി കിട്ടിയിരുന്നേ കൊള്ളാമായിരുന്നു തോന്നത്തില്ലേ, അതിനാണ് അഭിരുചി. അത് കഴിക്കുമ്പോഴാണ് രുചി. അപ്പോൾ അതുപോലെ ദൈവത്തെക്കുറിച്ച് എപ്പോഴും നമുക്ക്, ഇപ്പോൾ എനിക്ക് ചില സമയത്ത് അങ്ങനെ പൊക്കി പറയുകയല്ല, എനിക്ക് ഇത്തിരി സമയം ഫ്രീ കിട്ടിയാൽ ഞാൻ കർത്താവിനെക്കുറിച്ച് ചിന്തിക്കും, കർത്താവിനെക്കുറിച്ച് ചിന്തിക്കും. ചിന്തിക്കാൻ വേണ്ടി മാത്രമുണ്ട്, ഒരു ജന്മം ചിന്തിച്ചിട്ട് പോലും തീർന്നിട്ടില്ല. അതാണ് ക്രിസ്തു. ചില സമയത്തവർക്ക് ദൈവമേ, എൻ്റെ ദൈവം എന്നോട് കാണിച്ച ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറഞ്ഞാൽ ഈ പൗരോഹിത്യമാണ്. പ്രത്യേകിച്ച് കാത്തലിക് പ്രീസ്റ്റ്ഹുഡ് അടിപൊളി. ക്രിസ്തുവിനെ അറിയാൻ, കാര്യം മറ്റുള്ളവർക്ക് ക്രിസ്തു ഉണ്ടെങ്കിൽ ബൈബിളിലുള്ള ക്രിസ്തുവിലേ ഉള്ളൂ, കൂദാശയിലുള്ള ക്രിസ്തുവില്ല. അത് വേറിട്ടൊരു സംഭവമാണ്. സാഹിത്യ അക്കാദമിയൊക്കെ പഠിക്കുമ്പോൾ ഞാൻ അപ്പം തമ്പുരാനിൽ 2.5 മണിക്കൂർ തൊട്ട് 3 മണി വരെ എടുത്ത് ഞാൻ കുർബാനയിലിട്ടുണ്ട്. ഞാൻ വെറുതെ നിങ്ങൾ വായിത്തോളം പറഞ്ഞതല്ല, ഈ നമ്മൾ പബ്ലിക്കായിട്ട് കുർബാനയുള്ള പോലെയല്ല, ഒറ്റയ്ക്ക് ക്രിസ്തുവുമായിട്ട് കൺഫ്രണ്ട് ചെയ്യുന്ന ആഭിമുഖ്യമില്ലേ, അതൊരു വല്ലാത്ത ആഭിമുഖ്യമാണ്. കാര്യം കുർബാനയുടെ ലിറ്റർജിയുടെ ഓരോ വാക്കുകളും കർത്താവെ കനിയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് യഥാർത്ഥ ചരിത്രം അറിയുമെങ്കിൽ നമ്മുടെ കണ്ണു നിറയും. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, കർത്താവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ. എന്താ കാര്യം? രാജാക്കന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ ഇപ്പോൾ തങ്ങളെ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളെ പിന്തുടർന്ന് നശിപ്പിച്ച് അവരുടെ കൊട്ടക്കൊത്തളങ്ങളെല്ലാം നശിപ്പിച്ചിട്ട് ജനങ്ങളെ ജീവനിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും. നശിപ്പിച്ചിട്ട് അവരുടെ വസ്തുവകൾ കൊള്ളയടിച്ചുകൊണ്ട് രാജാവ് തിരിച്ചു വരും. ഒരു കുതിരപ്പുറത്ത് അശ്വാരൂഢനായി ആധികാരികമായിട്ട് വിജയശീലാളിനെ തിരിച്ചു വരുമ്പോൾ തങ്ങളുടെ ജീവൻ രക്ഷിച്ച രാജാവിനെ മുമ്പിൽ ആൾക്കാർ അവരുടെ തോൾനാടനും മേലങ്കികളും വിരിച്ചിട്ട് പറയും, കർത്താവെ കനിയണമേ, ലോർഡ് ഹാവ് മെർസി ഓൺ us. എന്ന് വെച്ചാൽ നീ ഞങ്ങളുടെ ശത്രുക്കളെ വേട്ടയാടി പിടിച്ചു, ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു, അവരുടെ വസ്തുക്കൾ കൊള്ള ചെയ്ത് നീ വരികയാണ്. കർത്താവെ നീ നേടിയെടുത്തതിൻ്റെ ഞങ്ങൾക്ക് ഇത്തിരി തരണമേന്ന് ചോദിക്കും. അപ്പോൾ രാജാവ് സന്തോഷത്തോടെ സ്വർണവിൻ്റെ ഒക്കെ ഓരോരുത്തർക്കും ഇങ്ങനെ വാരി വാരി കൊടുക്കും. ഇതാണ് റോമൻ ചരിത്രം. ഇതിൽ നിന്നാണ് കർത്താവെ കനിയണം, ലോർഡ് ഹാവ് മെർസി ഓൺ us എന്ന് ജനങ്ങൾ പറയുന്നതാണ്. പിന്നീട് കർത്താവിനെ കണ്ടപ്പോഴും ജനങ്ങൾക്ക് പറയാൻ തുടങ്ങി. എന്താ കാര്യം? കർത്താവാണ് പാപത്തെ ജയിച്ചത്, സാത്താനെ തകർത്തത്, കൃപയെ പുനരുദ്ധരിച്ചത്. ആ കൃപയിൽ ഈ കുർബാനയിലൂടെ എന്നെയും പങ്കാളിയാക്കണമേ, കർത്താവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ. ഇത് മനോഹരമാണെന്നറിയാമോ? നമ്മൾ അത് പറഞ്ഞുകൊണ്ട് ഞാൻ സാഹിത്യ അക്കാദമി കുർബാന ചെയ്യുമ്പോൾ 3 പ്രാവശ്യമല്ല കർത്താവ് വഴിയെന്ന് പറയണത്, ഞാനങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്താണത്? കർത്താവിനെ കുറിച്ച് ആ മനുഷ്യൻ്റെ ആത്മാവ്
കർത്താവിൻ്റെ ലൈനിൽ വരുന്നത് വരെ ഞാൻ പറയും, കർത്താവേ കരുണമേ, ക്രിസ്തുവേ കരുണമേ. എന്താണ്? നീ നേടിയ രക്ഷയുടെ കൃപ എനിക്ക് അവകാശമാക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഞാൻ നിൻ്റെ ജനത്തെ ശുശ്രൂഷിക്കട്ടെ. അതാണ് ഈ പൗരോഹിത്യം എന്ന് പറയണതിൻ്റെ കാര്യം. അതാണ് നമ്മുടെ പൗരോഹിത്യത്തിന് വരുന്നപ്പോൾ ശുശ്രൂഷ വരണം. എന്തുകൊണ്ടാണ്? ഇതെല്ലാം കൂടി നമ്മളെ ചിലപ്പോൾ നമ്മളെക്കുറിച്ച് കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ലാത്തവർ വല്ലതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. പള്ളിയെക്കുറിച്ച് പറയും, സഭയെക്കുറിച്ച് പറയും. യു ഡോണ്ട് മൈൻഡ്, കേൾക്കുക പോലും നിങ്ങൾ ചെയ്യരുത്. എന്താ കാര്യം? ദിസ് ഇസ് നോട്ട് ഫോർ അസ്, നമുക്ക് വേണ്ടിയുള്ളതല്ലേ. ഇപ്പോൾ എനിക്ക് തന്നെ എന്തുമാത്രം ആരോപണങ്ങളൊക്കെ ആൾക്കാർ പറയും. ഞാൻ മൈൻഡ് ചെയ്യരുത്. എന്താ കാര്യം? ഇറ്റ് ഈസ് നോട്ട് ഫോർ മീ. പിന്നെ ആരെങ്കിലുമൊക്കെ എന്നോട് പറയും. അപ്പം ഞാനതിനകത്ത് കഴമ്പുണ്ടെങ്കിൽ ഞാനത് തുറന്ന മനസ്സോടെ എടുക്കും. അതങ്ങനെ ഉണ്ടല്ലേ, അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കും അല്ലേ, നമുക്ക് തിരുത്താമില്ല, എന്താ കുഴപ്പം? ടു ബി ഓപ്പൺ, അത്രേ ഉള്ളൂ കാര്യം. പക്ഷെ ഒരിക്കലും ആവശ്യമില്ലാത്തവിടത്ത് മുമ്പ് തലവെച്ച് നമ്മൾ ആ സമയത്ത് കൂടി ദൈവത്തെ ആ ഒരു വകുപ്പ് കൂടി എടുത്തിട്ട് ദൈവത്തെ ആശ്രയിക്കാനും അറിയാനും വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം.